അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൽ നിന്ന് 5 അധ്യായങ്ങളിൽ നിന്നായിട്ട് ചില പ്രത്യേകതയുള്ള വളരെയധികം പ്രത്യേകതയുള്ള ചില ആയത്തുകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നത്. ചുരുങ്ങിയ ആയത്തേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റത്തെ അധ്യായത്തിൽ ആകെ ഒരായത്തേ ഉള്ളൂ. രണ്ടാമത്തെ അധ്യായത്തിലും അതേമാതിരി ഒരായത്തന്നെ ഉള്ളൂ. മൂന്നാമത്തെ അധ്യായത്തിൽ ഒരായത്തന്നെ ഉള്ളൂ. നാലാമത്തെ അധ്യായത്തിൽ 5 ആയത്തുകളുണ്ട്. അഞ്ചാമത്തെ അധ്യായത്തിൽ 2 ആയത്തുകളുണ്ട്. ഇനി ഇതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞാൽ അങ്ങോട്ട് തീരുകയില്ല, ഒരുപാട് പറയാനുണ്ടാകും. ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിക്കുക എന്നതാണല്ലോ നമ്മുടെ ആവശ്യം. അതുകൊണ്ട് പറയുകയാണ്. സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ നീങ്ങാൻ, അതുപോലെ തന്നെ ആരുടെയെങ്കിലും സ്നേഹം നമുക്ക് കിട്ടാൻ, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ആരുടെ അക്കൽ നിന്ന് സ്നേഹം നമുക്ക് കിട്ടുന്നില്ല. ഒന്നുകിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട മറ്റു വല്ലവരുമായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ വല്ല നേതാക്കന്മാരായിരിക്കാം, ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. ആരായാലും അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരിൽ നിന്നാണ് നമുക്ക് സ്നേഹം കിട്ടേണ്ടത് എന്ന് ആ ആളിൽ നിന്ന് നമുക്ക് സ്നേഹം കിട്ടുന്നില്ല എങ്കിൽ ഈ പറയുന്ന ആയത്തുകൾ നിങ്ങൾ പതിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ, ചില സാമ്പത്തികമായ വിഷമം, ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടുള്ള വിഷമം, അല്ലെങ്കിൽ യാത്രാ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ആരെങ്കിലും നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ മാനേജറായിരിക്കാം, ചിലപ്പോൾ മുതലാളിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടെ പണിയിരിക്കുന്നവർ നമുക്ക് പാരയായിരിക്കാം. ഇവർക്കൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ പരിശുദ്ധ ഖുർആൻ്റെ ഈ പറയുന്ന ആയത്തുകളെ നമ്മൾ ശീലിച്ചാൽ, അപ്പോൾ ആയത്തുകൾ വേഗം അറിയാൻ നിങ്ങൾക്ക് നല്ല തിടുക്കമുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ആയത്ത് സൂറത്തുൽ കഹ്ഫിൽ നിന്നാണ്. അൽ കഹ്ഫ് ഉണ്ടല്ലോ, അൽ കഹ്ഫ് സൂറത്തിൽ 45-ാമത്തെ ആയത്താണ്. 44 കഴിഞ്ഞിട്ട് 45-ാമത്തെ ആയത്ത് ഓതിത്തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കമാ അൻസൽനാഹു മിനസ് സമാഇ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. ഒന്നാമത്തെ ആയത്ത്, അതായത് അൽ കഹ്ഫ് സൂറത്തിലെ 45-ാമത്തെ ആയത്താണത്. പിന്നെ രണ്ടാമത്തെ ആയത്ത് ഏത് സൂറത്തിലാണെന്നറിയോ? സൂറത്തുൽ ഹശ്റിലാണ്. അത് നമുക്ക് നോക്കാം ഏതാ സൂറത്ത്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദതി ഹുവർ റഹ്മാനുർ റഹീം. ഈ ആയത്താണ്. ഇത് സൂറത്തുൽ ഹശ്റിൽ 22-ാമത്തെ ആയത്താണ്. ലൗ അൻസൽന ഓതിശീലിക്കുന്നവർക്ക്, ഓതി പരിചയമുള്ളവർക്ക് അറിയാം അതിലുള്ള ആയത്താണിത്. പിന്നെ അടുത്ത ആയത്ത് 3-ാമത്തെ അധ്യായം സൂറത്തുൽ ഗാഫിറാണ്. ആ സൂറത്തിൽ നിന്ന് 18-ാമത്തെ ആയത്താണ്. ഓതി നോക്കാം. യൗമൽ അസിഫതി ഇദിൽ ഖുലൂബു ലദൽ ഹനാജിരി കാളിമീൻ മാ ലിൽസാലിമീന മിൻ ഹമീമിൻ വലാ ഷഫീഇൻ യുത്വാഅ്. അപ്പോൾ അത് സൂറത്തുൽ ഗാഫിർ 18-ാമത്തെ ആയത്താണ് കേട്ടോ. 18-ാമത്തെ ആയത്ത്. ഇനി അടുത്തത് ഏതാണെന്നറിയോ? അതിലൊക്കെ നമ്മൾ ഓരോരോ ആയത്തുകളെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത ആയത്ത് സൂറത്ത് തക്വീറാണ്. സൂറത്ത് തക്വീറിൽ 14, 15, 16, 17, 18 5 ആയത്തുകളുണ്ട്. പക്ഷെ ചെറിയ ചെറിയ ആയത്തുകളാണ്. നമുക്ക് നോക്കാം, ആയത്തുകളൊന്ന് വായിച്ച് നോക്കാം. അലിമത് നഫ്സും മാ അഹ്ളറത് ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് الجوار الكنس
വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് എന്നാണ് ആ 5 ആയത്തുകൾ. അടുത്തത് സൂറത്ത് സ്വാദാണ്. സൂറത്ത് സ്വാദിൽ നിന്ന് സ്വാദ് വൽ ഖുർആനി ദിക്ർ ബലില്ലദീന കഫറൂ ഫീ ഇസ്സത്തിൻ വശിഖാഖ്. 1-ാമത്തെ ആയത്തും 2-ാമത്തെ ആയത്തും ഇതാണിപ്പോൾ. ഇനി ഈ ആയത്തുകളുടെ ഒരു അത്ഭുതം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ആയത്ത് എങ്ങനെയാണ് ഏതാണ് ഈ ആയത്തുകളെന്ന് നിങ്ങൾക്ക് പരിചയമുള്ള കാഫ് ഹാ ഐൻ സോദ് നിങ്ങൾക്ക് പരിചയമുള്ളതാണത്. ഹാമീം ഐൻ സീൻ ഖാഫ്. ഈ രണ്ട് ആയത്തുകളുണ്ടല്ലോ, ഇത് ഓരോ ആയത്തുകളാണ്. കാഫ് ഹായ ഐൻ സ്വാദ് എന്നുള്ളൊരു ആയത്താണ്. ഹാമീം ഐൻ സീൻ എന്നതൊരു ഒരു ആയത്താണ്, ഐൻ സീൻ ഖാഫ് എന്നത്. അപ്പോൾ ഇവയിൽ കാഫ് ഹായ എന്നതിൽ ആദ്യത്തെ കാഫ് ഉണ്ടല്ലോ, അത് ഏതിലുണ്ടാവും? നമ്മൾ 1-ാമത് ഓതിയില്ലേ, കമാ ഇന്നൻസൽനാഹു മിനസ്സമായി, അതിൻ്റെ തുടക്കം കാഫാണ്, ഒടുക്കം ഹാമീം ഐൻ സീൻ ഖാഫ് എന്നതിലെ ഹാമീമാണ്. 2-ാമത് കാഫ് ഹായ എന്ന് പറയുന്നിടത്ത് കാഫ് കഴിഞ്ഞിട്ട് ഹായ എന്നാണല്ലോ, അതിൽ ഹ എന്ന അക്ഷരമാണ് 2-ാമത്തെ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ അതിൻ്റെ തുടക്കം, ആ ആയത്തിൻ്റെ തുടക്കം. അതിന് അവസാനിക്കുന്നത് മീം, ഹാമീം എന്ന മീമോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത്. പിന്നെ കാഫ് ഹായ അതിലെ യാ കൊണ്ടാണ് യൗമൽ അസിബത്തി ഇതിൽ ഖുലൂബ് ലദൻ ഹനാജിരി കാളിമീന എന്ന ആയത്ത് ആരംഭിക്കുന്നത്. ആ ആയത്ത് അവസാനിക്കുന്നത് ഐൻ എന്ന ഐന് കൊണ്ടാണ്, ഹാമീം ഐൻ എന്നതുകൊണ്ടാണ്, എന്ന ഐന് കൊണ്ടാണ്. പിന്നെ കാഫ് ഹായ ഐൻ സ്വാദ് എന്നതിലെ ഐന്, അതുകൊണ്ടാണ് പിന്നെ അടുത്ത അലിമത്ത് നഫ്സുമ്മ അഹ്ലറത്ത് എന്ന് പറഞ്ഞ ആയത്ത് ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് ഇദാ തനഫസ് വസ്സുബ്ഹി ഇദാ തനഫസ് സീന് കൊണ്ടാണ് അവസാനിക്കുന്നത്. ഹാമീം ഐൻ സീൻ ഖാഫ് എന്നല്ല പറഞ്ഞത്, അതിനൊരു അക്ഷരം കൂടി ഉണ്ട്. അതുപോലെ കാഫ് ഹായ ഐൻ സ്വാദ് എന്ന് പറഞ്ഞിട്ട് സ്വാദ് കൊണ്ടാണ് തുടങ്ങുന്നത്. ഏത് ആ വൽ ഖുർആനി ദിക്ർ എന്ന ആയത്ത് തുടങ്ങിയത്. ആ ആയത്ത് അവസാനിക്കുന്നത് ലാസ്റ്റത്തെ ആയത്ത് വശിഖാഖ് എന്നിടത്താണ് അവസാനിക്കുന്നത്. അവിടെ ഹാമീം ഐൻ സീൻ ഖാഫ് എന്നതാണ് അതിൻ്റെ ലാസ്റ്റത്തെ അക്ഷരം. ഇങ്ങനെ ഓരോ ആയത്തുകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ കാഫ് ഹായ ഐൻ സ്വാദ് ഹാമീം ഐൻ സീൻ ഖാഫ് ഈ അക്ഷരങ്ങളെ കൊണ്ടാണ്. ഈ കാണുന്ന അക്ഷരങ്ങൾ ഒരായത്താണത്. അതിന് ഒരുപാട് പൊരുളുകളുണ്ട്. ഈ പ്രസ്തുത 5 ആയത്തുകളുടെ ആദ്യ അക്ഷരങ്ങളിൽ നിന്ന് കാഫ് ഹായ ഐൻ സ്വാദ് എന്നതിനെ എടുത്തിരിക്കുന്നു. 2-ാമത്തിൻ്റെ ഹാമീം ഐൻ സീൻ ഖാഫ് എന്നതിനെ അവസാനത്തിൽ നിന്നും എടുത്തിരിക്കുന്നു. ഇനി ഇതിന് ഒരുപാട് പൊരുളുകൾ ഇതിന് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്, ഇത് നമ്മൾ ചൊല്ലുന്നതുകൊണ്ട്. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ഇപ്രകാരം ചോദിച്ചു, എന്താണ് ഈ കാഫ് ഹായ ഐൻ സ്വാദ് എന്നതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോൾ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? ഈ 5 അക്ഷരങ്ങളുടെ പൊരുളുകൾ ഒരാൾ ഗ്രഹിച്ചാൽ, മനസ്സിലാക്കിയാൽ അയാൾക്ക് വെള്ളത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകാൻ സാധിക്കും, നടക്കാൻ സാധിക്കും. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ, നമ്മൾ റോട്ടുമക്കൂടൊക്കെ നടക്കുന്ന മാതിരി നടക്കാൻ സാധിക്കും. അന്തരീക്ഷത്തിലൂടെ പറക്കാനും സാധിക്കും, ചിറകില്ലാതെ അന്തരീക്ഷത്തിലൂടെ പറക്കാനും സാധിക്കും. ഹിദായത്തിൻ്റെ പ്രഭ കൊണ്ട് ഹൃദയം പ്രകാശിച്ചവർക്ക് മാത്രമേ ഇവയെല്ലാം ലഭിക്കുകയുള്ളൂ. എന്താ പറഞ്ഞത്? അള്ളാഹുവിന് വഴിപ്പെട്ട് അത്യാന്തം അള്ളാഹുവിനോട് അടുത്ത് ജീവിക്കുന്നവർക്ക്, അള്ളാഹു എല്ലാം അല്ലാ എന്നുള്ള രീതിയിൽ ഓരോ ശ്വാസവും ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് മാത്രമേ ഇത് ഫലം ചെയ്യുകയുള്ളൂ, ഇതിൻ്റെ ഗുണങ്ങൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഓതിയാൽ നമുക്ക് ഒരുപാട് നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറും.
പക്ഷെ നമ്മൾ അതിനു മാത്രം അള്ളാഹുവിനോടടുത്ത് തവക്കുലുള്ള ആളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വഴിപ്പെടൽ കൂടുതലുള്ള ആളാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ തെറ്റുകളൊന്നും ചെയ്യാതെ വല്ലാതെ സൂക്ഷിച്ച് നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇതുകൊണ്ടുള്ള ഇതിൻ്റെ ആന്തരികമായ ഗുണങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങും. അതാണ്, നമ്മൾ ഒരാൾക്ക് പെട്ടെന്ന് വഞ്ചിക്കാനാവില്ല. നമ്മൾ എത്ര വലിയ സമ്പന്നനായാലും, നമ്മൾ എത്ര വലിയ ബിസിനസ്മാനായാലും നമ്മളെ വഞ്ചിക്കാൻ അവർക്കാവില്ല, ഒരാൾക്കാവില്ല, നമ്മളെ പെടുത്താൻ. അത്രക്കും വലിയ ഫായ്ദകളുള്ള ആയത്തുകളാണ് ഈ ആയത്തുകൾ. നമ്മൾ പതിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു മുമ്പ് ഞാൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അതും നമ്മൾ നല്ല പതിവാക്കേണ്ട ആ സൂറത്താണ്. പിന്നെ അതുപോലെ തന്നെ ഈ ആയത്തുകളെ നമ്മൾ വളരെയധികം മുഖവിലക്കെടുക്കണം. എടുക്കാതെ പോവരുത്. നിങ്ങളുടെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഇനി നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോയാലും വല്ല പ്രയാസങ്ങൾ നേരിടുന്ന സമയത്തെങ്കിലും നിങ്ങളിത് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിൽ ഇനി മദ്രസ വിഷയങ്ങൾ നമുക്ക് കേൾക്കാം.